വോട്ടെടുപ്പിന് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. കണ്ണൂരിലും പത്തനംതിട്ടയിലും വ്യാപകമായി കള്ളവോട്ട് നടന്നതായി കെ സുധാകരനും ആന്റോ ആന്റണിയും പറഞ്ഞു. പലയിടത്തും കോൺഗ്രസ് ബി.ജെ.പി. വോട്ട് കച്ചവടമുണ്ടെന്നായിരുന്നു CPM നേതാക്കളുടെ ആരോപണം. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ അഴീക്കോട്, മട്ടന്നൂർ, ധർമ്മടം, തളിപ്പറമ്പ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നതായാണ് കെ സുധാകരന്റെ ആരോപണം. മുഖ്യമന്ത്രിയുടെ നാട്ടിലടക്കം കള്ളവോട്ട് നടന്നു. ഈ പറയുന്ന കള്ളവോട്ട് ഈ 10 മണി 10:15 11 മണിക്കും ചെയ്തതൊക്കെ നമ്മുടെ കയ്യിൽ വീഡിയോ ഉണ്ട്. വീഡിയോ വെച്ച് തന്നെ നമ്മൾ ജയിച്ചാലും തോറ്റാലും ഈ ഇലക്ഷൻ റിസൾട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി വി വിൽ പ്രൊസീഡ് ലീഗലി. ഈ കള്ളവോട്ടിനെ നിരോധിക്കാതിരിക്കാൻ ഇനി ഒരു മാർഗമില്ല. അതിന് ആത്യന്തികമായി ഒരു നിയമയുദ്ധത്തിലേക്ക് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. വടകരയിലും CPM വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നതായി കെ മുരളീധരനും പറഞ്ഞു. നല്ല രീതിയിൽ അവർ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ അത് വിജയത്തിനെ ബാധിക്കില്ല. പത്തനംതിട്ടയിൽ 25,000 പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായാണ് ആന്റോ ആന്റണിയുടെ ആരോപണം. കള്ളവോട്ട് ചെയ്യുക, അർഹതപ്പെട്ടവരുടെ വോട്ട് വെട്ടിക്കളയുക. ഇന്നലെ ഏറ്റവും വലിയ മാനസിക പ്രയാസം വോട്ടർ രജിസ്ട്രി പേരുണ്ട്, ബൂത്തിൽ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. ആർക്കാണ് ഈ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ അവകാശം? അതേസമയം ആലപ്പുഴയിൽ കോൺഗ്രസ് BJP വോട്ട് കച്ചവടം നടന്നെന്ന് LDF സ്ഥാനാർത്ഥിയായ AM ആരിഫും പറഞ്ഞു. BJPയുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള വാശി പോയേറിയ പ്രവർത്തനങ്ങൾ കണ്ടില്ല. അവർക്ക് അവരുടെ വോട്ട് അവർ പിടിച്ച് മാറ്റാതെ മറിച്ചു കൊടുക്കുന്ന സാധാരണ ഏർപ്പാടുള്ളതാണ്. അതിപ്പോൾ ഹോൾസെയിൽ പർച്ചേസ് ആണെന്നോ റീറ്റെയിൽ പർച്ചേസ് ആണെന്നോ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കണ്ണൂരിൽ മുസ്ലിം വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ UDF ലഘുലേഖകൾ വിതരണം ചെയ്തെന്ന് PK ശ്രീമതിയും ആരോപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ 1.